വോട്ടെടുപ്പിന് ഇനി 26 നാൾ മാത്രമാണ് കേരളത്തിലുള്ളത്. രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിലെ വോട്ടെടുപ്പ്. 26 നാളുകൾ മാത്രമാണുള്ളത്. ഈസ്റ്റർ അവധിയായതിനാലും ഇന്ന് സ്ഥാനാർത്ഥികൾക്ക് വിശ്രമ ദിനമല്ല. ഇന്ന് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ കളം നിറയുന്നു എന്നതാണ് ഇന്ന് നമ്മൾ പുറത്തു വന്ന ചിത്രം. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ അടക്കം രാവിലെ ആരാധനാലയങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു, ഈസ്റ്റർ ചടങ്ങിൽ പങ്കെടുത്തു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശശി തരൂർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പം ഈസ്റ്റർ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെ പാളയം ചർച്ചിലെത്തിയ അദ്ദേഹം പാറ്റൂർ ചർച്ചിലെത്തിയ അദ്ദേഹം ആരാധനയിൽ പങ്കെടുത്തതാണ്. ഇതുപോലെ തന്നെയായിരുന്നു സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിലെയൊക്കെ സ്ഥാനാർത്ഥികളും. ഈസ്റ്റർ ദിനമാണ്, പുണ്യദിനമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ കൂട്ടത്തോടെ കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനുമുള്ള അവസരമാക്കി തന്നെ അവരത് മാറ്റുന്നു എന്നതാണ് സാഹചര്യം. VB വിനോദ് ചേരുന്നു. വിനോദ്, തെരഞ്ഞെടുപ്പ് ചിത്രം 26 ദിവസം കൂടി മാത്രമാണ് ഇനി പ്രചരണത്തിന് അവശേഷിക്കുന്നത്. ഇന്ന് ഈസ്റ്റർ ദിനം, എല്ലാവരും സജീവമായി തന്നെ വോട്ടഭ്യർത്ഥിക്കാനുള്ള തിരക്കിൽ നമ്മൾ ആ കാഴ്ചകൾ കണ്ടുവരികയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുചിത്രം ഇന്ന് എന്തായിരുന്നു? ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ആവേശം അതെങ്ങനെ മുന്നോട്ട് പോകും? സൈത്ത്, ഇതിനകം 35 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സൈത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ഇനി വരും ദിവസങ്ങൾ 4 തീയതി വരെയാണ്, ഏപ്രിൽ 4 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനുള്ളിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പത്രിക സമർപ്പിക്കും. മുന്നണി നേതാക്കളെല്ലാം തന്നെ പത്രിക സമർപ്പിക്കും. 5-നാണ് സൂക്ഷ്മ പരിശോധന, 8-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പായാണ് രാജ്യത്ത് നടക്കുന്ന. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിലാണ് കേരളവും ഉൾപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രധാനപ്പെട്ട നേതാക്കൾ, ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ, കൊല്ലത്തെ സ്ഥാനാർത്ഥി മുകേഷ്, പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി. ഇനിയും അവശേഷിക്കുന്നുണ്ട്. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മുരളീധരന് തുക കെട്ടിവെക്കാൻ നൽകിയത് ഉക്രൈനിൽ നിന്ന് മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളാണ്. അവരുടെ കൂട്ടായ്മയാണ് V മുരളീധരനുള്ള നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. രാജ്യത്ത് സുരക്ഷിതമായി എത്തിച്ചതിന്റെ ഒരു സ്നേഹ സമ്മാനം എന്ന നിലയ്ക്ക് ഈ തുക നൽകുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. മറ്റൊരു രാഷ്ട്രീയ കാര്യം കൂടി, അതായത് മറ്റൊരു വിഷയം കൂടി ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. റഷ്യയിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിലൊരാൾ ഇതിനകം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നയതന്ത്ര വിജയമായി BJP ഉയർത്തിക്കാട്ടുന്നു. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇടതുപക്ഷവും കോൺഗ്രസും ഒരുപോലെ BJPയെ ആക്രമിക്കാൻ എടുക്കുന്ന ഒരു കാര്യം ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു. മറ്റൊന്ന് CAA ആണ്, പൗരത്വ നിയമം. അതും വലിയ തോതിൽ ഈ രാഷ്ട്രീയ കാലത്ത് വലിയ ചൂടേറിയ ചർച്ചയാണ്. വാദപ്രതിവാദങ്ങളുണ്ട്. അക്കൗണ്ടബിലിറ്റി വേണം. രാജ്യത്ത് താമസിക്കുന്ന പൗരന്മാർ അവർ കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ താമസിക്കണം. അഭയാർത്ഥികളുടെ കാര്യത്തിൽ കൃത്യമായ എണ്ണം വേണം. ഇതെല്ലാം അക്കൗണ്ടബിൾ ആയിരിക്കണം. മറ്റേതെങ്കിലും രാജ്യത്ത് ഇതല്ലാതെ ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് BJP ഇതിന് ബദലായി ഉന്നയിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലും അത്തരമൊരു നിലപാട് തന്നെയാണ് BJP കൈക്കൊള്ളുന്നത്. കാരണം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ, അഴിമതി കാട്ടിയത് കൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിന് കോടതിയുടെ കൂടി അംഗീകാരമുണ്ട്. കോടതി കൂടി ശരിവെക്കുന്ന നിലയിലാണ് അന്വേഷണ ഏജൻസികളുടെ നീക്കം എന്ന വാദമുയർത്തി BJP പ്രതിപക്ഷ ശബ്ദത്തെ എതിർക്കുകയും ചെയ്യുന്നു. സാഹിത്ത്, അതാണ് സംസ്ഥാനത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് ചിത്രം. അതാണ് സംസ്ഥാനത്തിന് 26 ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. 35 സ്ഥാനാർത്ഥികൾ ഇതിനകം സംസ്ഥാനത്ത് പോളിംഗ് നോമിനേഷൻ നൽകിക്കഴിഞ്ഞു. ഇനിയും പ്രധാന സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകാൻ ദിവസങ്ങളുണ്ട്. തിങ്കളാഴ്ച മുതൽ വീണ്ടും സജീവമാവും. ഇന്ന് അവധി ദിവസമായതിനാൽ ഇന്ന് അത്തരം നോമിനേഷൻ നടപടികൾ നടക്കില്ല എന്നതാണ് സംസ്ഥാനത്തെ സാഹചര്യം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, അച്ചു ഉമ്മൻ സംസ്ഥാന വ്യാപകമായി പ്രചരണ രംഗത്ത് വരാൻ ഒരുങ്ങുന്നു എന്നതാണ് സാഹചര്യം. അച്ചു ഉമ്മനെ സംസ്ഥാന വ്യാപകമായി പ്രചരണത്തിൽ ഇറക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം അച്ചു ഉമ്മൻ പത്തനംതിട്ടയിൽ പ്രചരണ രംഗത്ത് ഉണ്ടാവില്ല എന്ന തരത്തിലൊരു പ്രചരണം ഉണ്ടായിരുന്നു. കാരണം അനിൽ ആന്റണിയാണ് അവിടെ BJP സ്ഥാനാർത്ഥി. അനിൽ ആന്റണി AK ആന്റണിയുടെ മകൻ എന്ന രീതിയിൽ തൻ്റെ ബാല്യകാല സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ട് അവിടെ താൻ അതൊഴികെയുള്ള മറ്റിടങ്ങളിൽ വരുമെന്നാണ് അവർ പറഞ്ഞു എന്നതായിരുന്നു വാർത്ത. പക്ഷേ അത് നിഷേധിച്ചുകൊണ്ട് അച്ചു ഉമ്മൻ തന്നെ രംഗത്ത് വരികയും അച്ചു ഉമ്മൻ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണ രംഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് സാഹചര്യം.
ജി ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത്, ഇന്നലെ ഈ അച്ചൂമൻ പ്രചരണ രംഗത്ത് ഉണ്ടാവില്ല, പത്തനംതിട്ടയിൽ ഉണ്ടാവില്ല എന്ന വാർത്ത വന്നു. പിന്നീട് അത് തന്നെ അവർ തന്നെ നിഷേധിക്കപ്പെടുന്നു. ഒടുവിൽ അത് വലിയ പ്രചരണ സാധ്യതയാക്കി UDF മാറ്റുന്നു. പത്തനംതിട്ടയിലെ പോസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അച്ചൂമന്റെ സംസ്ഥാനത്തെ ഒരു ക്യാമ്പയിൻ പ്രവർത്തനം അതെങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? സജിത്ത്, നമുക്കറിയാം അച്ചൂമൻ സാധാരണ പല തെരഞ്ഞെടുപ്പുകളിലും പ്രചരണത്തിന് എത്താറുള്ളതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണത്തെ വരവിന് വലിയ മാനങ്ങളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പലരും BJPയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. കെ കരുണാകരന്റെ മകളും ഒപ്പം തന്നെ AK ആന്റണിയുടെ മകനും ഒക്കെ BJP രാഷ്ട്രീയത്തിൽ എത്തി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിനൊക്കെ പിന്നാലെയാണ് അടുത്തത് ഉമ്മൻചാണ്ടിയുടെ മക്കളായിരിക്കും എന്ന പ്രചരണം വന്നിരുന്നു. ഇതെല്ലാം നിൽക്കുന്നതിനിടെയാണ് അച്ചൂമ്മന്റെ വരവ്. അതായത് അച്ചൂമ്മൻ പത്തനംതിട്ടയിലേക്ക് വരില്ല എന്ന പ്രചരണം നടക്കുന്നു കൃത്യമായി. അതിന് പിന്നാലെ അച്ചൂമ്മൻ തന്നെ ഫേസ്ബുക്കിലൂടെയും പ്രതികരിക്കുകയാണ്. താൻ പത്തനംതിട്ടയിൽ പ്രചരണത്തിന് ഉണ്ടാകും എന്ന് അവർ പ്രതികരിക്കുന്നു. എന്തായാലും 6-ാം തീയതിയാണ് അച്ചൂമ്മൻ പത്തനംതിട്ടയിൽ എത്തുന്നത്. അതിനു മുൻപ് 2-ാം തീയതി രാത്രി വടകര കോഴിക്കോട് എത്തുകയും 3-ന് വടകരയിൽ ഷാഫി പറമ്പിലിനൊപ്പം പ്രചരണത്തിനുണ്ടാകും. 7-ാം തീയതി കണ്ണൂർ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിന് സംസ്ഥാനത്തൊട്ടാകെ അച്ചൂമ്മൻ ഉണ്ടാകും. അച്ചൂമ്മൻ ഒരു പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർ കൂടിയാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അടക്കം അച്ചൂമ്മന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വളരെ ശക്തമായ വാക്കുകൾ കൊണ്ടൊക്കെ ജനങ്ങളെ ആവേശത്തിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റാർ ക്യാമ്പയിനർ കൂടിയാണ് അച്ചൂമ്മൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതിന് ആ ഒരു സാധ്യത എന്നുള്ളതിനപ്പുറത്തേക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കളെ കാര്യമായി കളത്തിലിറക്കി BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ പോകുന്നു എന്ന പ്രചരണത്തിന് ഒരു മറുപടി നൽകുക കൂടിയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരു ലക്ഷ്യം. യെസ്, അതാണ് ഇതിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അച്ചൂമ്മനെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ, സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ കളത്തിലിറക്കുകയാണ് കോൺഗ്രസിന്റെ തന്ത്രം. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നു എന്ന പ്രചരണത്തെ തടയിടാൻ കൂടി ഇത്തരത്തിൽ അവർ ലക്ഷ്യമിടുന്നു എന്നതാണ് സാഹചര്യം.